അപ്പൊ നമ്മള് പ്ലാനിന്റെ ബ്രീഫ് എന്താന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാൻ എങ്ങനെയാണ് ബജറ്റിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. കൺസ്ട്രക്ഷൻ കോസ്റ്റ് എങ്ങനെയാണ് ഓരോ സ്ക്വയർ ഫീറ്റിലും കൂടുന്നത് എന്നുള്ളത് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓരോ ടോയ്ലറ്റ്സും, അതായത് ഇപ്പം ഒരു ബിൽഡിങ്ങിന് ഒരു വീടിന് ചിലപ്പോൾ 2 ടോയ്ലറ്റ് ആയിരിക്കും, 3 ടോയ്ലറ്റ് ആയിരിക്കും. അപ്പൊ 2 വേണോ 3 വേണോ എന്നുള്ളത് നമ്മുടെ നീഡാണ്. അതായത് ഡെയിലി ആൾക്കാർ വരുന്നതനുസരിച്ച്, അതായത് ഓരോ ആൾക്കാർക്കും ഓരോ പോലെയാ ഗസ്റ്റ് വരുന്നതും എല്ലാം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ടോയ്ലറ്റ്സിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ടോയ്ലറ്റിലും ഒരു ടോയ്ലറ്റ് നമ്മൾ എക്സ്ട്രാ കയറുന്ന സമയത്ത് ടോയ്ലറ്റിന്റെ ഫ്ലോറിംഗ് ടൈലിംഗ് ചെയ്യണം, പിന്നെ വാൾസ് എല്ലാം ചെയ്യണം, വാട്ടർ പ്രൂഫിംഗ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇപ്പം സാനിറ്ററി വെയർസ് ചെയ്യണം, അതേപോലെ വെന്റിലേറ്റർ, അതേപോലെ ഇലക്ട്രിക്കൽ പോയിന്റ്സ് എല്ലാം കൂടെ ചെറിയൊരു ഏരിയ ആണെങ്കിലും ഒരുപാട് കോസ്റ്റ് ആവുന്ന ഒരു സാധനമാണ് ടോയ്ലറ്റ്. അപ്പം അതെല്ലാം എത്രത്തോളം നമുക്ക് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ, പക്ഷെ ആവശ്യത്തിനുള്ളത് എന്താണെങ്കിലും വേണം, പക്ഷെ അനാവശ്യത്തിന് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇതെല്ലാം ബഡ്ജറ്റ് കുറഞ്ഞ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ഗസ്റ്റ് റൂം, ഇപ്പൊ ഉള്ള വീടുകളിൽ കൂടുതലും ഗസ്റ്റ് റൂം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പം ഗസ്റ്റ് റൂം ശരിക്കും കൂടുതലായിട്ടും ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു നോർമൽ ആയിട്ടൊരു 6 മാസം കൂടുമ്പോൾ 2 വട്ടം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ അങ്ങനെയൊക്കെ റെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റൂമായിട്ട് തോന്നിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിലെല്ലാം ഗസ്റ്റ് റൂം. അപ്പം ആ ഒരു റൂം എന്ന് പറയുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 10x10 ഒരു റൂമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 10x12 റൂമാണെന്ന് വിചാരിക്കുക. ഓൾമോസ്റ്റ് ഒരു 120 സ്ക്വയർ ഫീറ്റ് കൂടി. അപ്പം അത്രയും ഒരു ഏരിയയിൽ അതിന് ടോയ്ലറ്റ് ഉണ്ടാവും. അപ്പം അത്രയും വലിയ ഏരിയയിലോട്ട് എത്ര രൂപയെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മുന്നേ ചിന്തിക്കേണ്ട കാര്യമാണ്.